ആലിബാബയുടെ സ്ഥാപകനായ ജാക്ക് മാ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും കേട്ട് കാണും. For the people in business, the year 2020 is really just a year for staying live. Do not even think about your futures, your profit, your aspirations, your dreams. Try to stay alive. If you can stay alive, then you would have made a profit already. അതായത് ഈ ഒരു വർഷം നമ്മൾ ജീവനോടെ ഇരുന്നാൽ നമ്മൾ ആൾറെഡി നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു പ്രോഫിറ്റ്, ആ ഒരു പ്രധാനപ്പെട്ട നേട്ടം നമ്മൾ കരസ്ഥമാക്കുകയായി. സോ ഒരുപാട് പേർക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? എനിക്കുമുണ്ട് ലോസ്. പോർട്ട്ഫോളിയോ മൊത്തം തകർന്നു കിടക്കുകയാണ്. പക്ഷേ ഇത് തിരിച്ചു വരും. ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു ഇച്ചിരി വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്, കുഞ്ഞധ്യായത്തിലേക്ക് സ്വാഗതമെന്ന്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് ഇത്തിരി വലിയ അധ്യായമാകും. അങ്ങനെ ഒരുപാട് പേര് വളരെ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വാളൊക്കെ വെച്ചിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിൽക്കാറുണ്ട്. സോ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കുഞ്ഞനുജന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്ന ബിഗിനേഴ്സിന്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ കൂടുതൽ വീഡിയോകളും. കാരണം നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് അനുഭവ പരിചയമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടുതൽ വീഡിയോകൾ ഞാൻ പറയാറുള്ളത് പോലെ തെറ്റുകൾ പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു ചാനലിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന ഇൻട്രാഡേയും ഷോർട്ട് ടേമും BTSTയും ലോങ് ടേമും ഒക്കെ ഒരു ബിസിനസ്സാണ്. നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് അതൊരു ബിസിനസ്സാണെന്ന്? നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 12 വർഷത്തിലധികമുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക്, അതായത് നിങ്ങൾ ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവരാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അതായത് ഈ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ആശയവിനിമയം നടത്താറുണ്ട്, അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ? നമുക്കറിയാം, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കുക. നമ്മുടെ തെറ്റുകളിൽ വി നീഡ് ടു ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. അത് നമുക്ക് ആൾറെഡി അറിയാം. നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കാറുണ്ട് സാധാരണ രീതിയിൽ. പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നുകൂടെ പാഠം പഠിക്കുക. കാരണം 90% ട്രേഡേഴ്സും ലോസിൽ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ലോസിൽ ട്രേഡിംഗ് നിർത്തിപ്പോകുന്നവരാണ്. ഞാൻ മറ്റ് ചില വീഡിയോകൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കെതിരായിട്ട് നിന്ന് നമ്മുടെ കൂടെ മത്സരിക്കുന്നത് വമ്പൻ സ്രാവുകളാണ്, അല്ലെങ്കിൽ മില്യണേഴ്സാണ്, അല്ലെങ്കിൽ വാരൻ ബഫറ്റ് പോലെയുള്ള ആൾക്കാരാണ്, പൊറിഞ്ചു വിളിയത്ത് പോലെയുള്ള ആൾക്കാരാണ്, ഡോളി ഖന്ന പോലെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രേഡേഴ്സാണ്, അല്ലെങ്കിൽ ഒരുമിച്ച്, അതായത് 10-50 പേര് ചേർന്ന് നടത്തുന്ന വമ്പൻ ട്രേഡുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. ഇത് ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ ജാക്ക് മാ പറഞ്ഞ ബിസിനസ്സുകാരെ കുറിച്ചാണ്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു BTST ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ്സാണ് എന്ന് എത്ര പേര് ചിന്തിക്കാറുണ്ട്? അപ്പോൾ ഞാനോ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, ഒരു ഫാം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ആട് കൃഷി, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒരു ബിസിനസ് തുടങ്ങി. ഇതെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിക്കാറുണ്ട്, വർഷങ്ങളോളം ചിന്തിക്കാറുണ്ട്, മാസങ്ങളോളം ചിന്തിക്കാറുണ്ട്. അതിൻ്റെ എല്ലാ മേഖലകളും ഇവിടെ നമുക്ക് ഡിപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, നമുക്ക് എവിടെയാണ് ബാക്കപ്പ്, അല്ലെങ്കിൽ നമ്മളൊക്കെ തുടങ്ങുന്നതിന് എന്തൊക്കെ മൂലധനം നമുക്ക് വേണം, നമുക്ക് എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടും, നമുക്ക് എത്ര റിസോഴ്സ് വേണം, എന്തൊക്കെയാണ് എൻ്റെ റിസോഴ്സ്, എവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഇനി അവിടെ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ ഞാൻ ബിസിനസ് എങ്ങോട്ട് മാറ്റും, അതിൻ്റെ ബാക്കപ്പ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ചിലർക്കെങ്കിലും പുച്ഛം തോന്നും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മേഖലയിലോട്ട് കടന്നു വന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് യു ആർ ഡൂയിങ് എ ബിസിനസ്, യു ആർ ഡൂയിങ് എ സീരിയസ് ബിസിനസ്. ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ 90% ആൾക്കാരുടെ ഗണത്തിൽ പെടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 10 വർഷത്തിൽ, അല്ലെങ്കിൽ 12 വർഷത്തിലധികമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ
ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയാം. കാരണം പല വീഡിയോകളുടെ താഴെയും കമൻ്റായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ അനുഭവങ്ങളെക്കാൾ പാളിച്ചകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഭൂരിഭാഗം ട്രേഡേഴ്സും 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇൻട്രാഡേയൊക്കെ ചെയ്യുമ്പോൾ 50,000 രൂപയും കൊണ്ട് വരും, അല്ലെങ്കിൽ 10,000 രൂപയും കൊണ്ട് വരും, അല്ലെങ്കിൽ 20,000 രൂപയും കൊണ്ട് വരും. ആ 20,000 രൂപ മൊത്തം പോകും. പിന്നെ ഒരു കയ്യിൽ 2,000-3,000 രൂപ കാണും, അവർ വെച്ച് നിർത്തിയിട്ട് കാലിയാക്കി പോകും. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർ സക്സസ് ആയിട്ട് മുന്നേറുന്നവരാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈഫിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം കൈവരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്കും അത്തരം വിജയം കൈവരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അപ്പം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്രയും നമ്മുടെ ബാക്കപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ആലോചിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു സീരിയസ്നെസ് നമ്മുടെ ട്രേഡിലും കൊണ്ടുവരിക. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിനും ഫണ്ടമെൻ്റൽ അനാലിസിസിനും മുൻപേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ മണി മാനേജ്മെൻറ്റ്. മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക. ഈ മണി മാനേജ്മെൻറ്റ് പറഞ്ഞാൽ തീരത്തില്ല. വളരെ ചുരുക്കി പറയാം, നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത് ചിലപ്പോൾ 5,000 രൂപയിട്ടായിരിക്കും. അതായത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചേട്ടാ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങണം, അതായത് കുഞ്ഞനുജന്മാർ ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ 5,000 രൂപ ഇട്ട് ഇറങ്ങുക. 5,000-ൽ നിന്നും അതിന് 5,500 അല്ലെങ്കിൽ 5,600 ആക്കാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാലും മതി. അല്ലെങ്കിൽ പൈസ കീപ്പ് ഓൺ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം 5,000-ൽ നിന്നും 5,500 ആക്കാൻ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം, ഒരുപാട് ടൈം എടുക്കണം, അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്. ഞാനൊരു എന്താ പറയുക, ഒരു ഷോപ്പ് തുടങ്ങുകയാണ്, ഒരു ഗ്രോസറി ഷോപ്പ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫാം തുടങ്ങുകയാണ്. അപ്പോൾ ആ ഓർഗാനിക് ഫാം തുടങ്ങുക, അത് കൃഷി ചെയ്ത് സാധനങ്ങൾ കളക്ട് ചെയ്ത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതെല്ലാം സെറ്റാക്കി പ്രോഫിറ്റ് കിട്ടി തുടങ്ങാൻ ചിലപ്പോൾ 6-7 മാസം എടുക്കും. പക്ഷേ ഇവിടെ ഇൻട്രാഡേയിൽ എനിക്ക് ഇന്ന് വന്ന് നാളെ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പൈസ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ട്രസ്റ്റ് മീ. ഇതിലും നിങ്ങൾ ആദ്യം ഈ പറയുന്നത് പോലെ കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളൊരു 5,000 രൂപ കൊണ്ടുവരിക, ഓക്കെ, അതിനെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ മണി മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കുറച്ചൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 10,000 രൂപയും കൊണ്ടാണ് ഇറങ്ങുന്നത്. ആ 10,000 രൂപ ആദ്യം മനസ്സിലാക്കുക, അതിനെക്കൊണ്ട് നിങ്ങൾ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒന്നും കളിക്കാൻ പോകരുത്. ആദ്യം ഈ ക്യാഷ് ട്രേഡ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ ആദ്യം എന്താ പറയുക, ഇന്ന് വാങ്ങി ഇന്നൊരു 100 രൂപയുടെ ഷെയർ മേടിച്ച് അതൊരു 105-110 രൂപയാകുമ്പോൾ വിൽക്കുക. അതുവരെ വെയിറ്റ് ചെയ്യാം, മാർക്കറ്റിനെന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അപ്പോൾ ഞാനത് മാർക്കറ്റ് തകരുകയാണെങ്കിൽ അതിന് എത്ര ലോസ് വരെ എനിക്ക് സഹിക്കാൻ കഴിയും? ഫോർ എക്സാമ്പിൾ 20% വരെ എനിക്ക് സഹിക്കാൻ പറ്റിയേക്കാം. അങ്ങനെയാണെങ്കിൽ 10,000 രൂപയും കൊണ്ട് വരുന്ന ആൾ 8,000 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകണം എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം, അല്ലേ? അപ്പോൾ നമ്മുടെ അവിടെ ലോസ് എന്ന് പറയുന്നത് 2,000 വരെയാണ്. ആ 2,000 വരെ ലോസ് 2,000 കടന്നു പോവുകയാണെങ്കിൽ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ചിന്തിക്കുക എന്താണ് എൻ്റെ ഒരു പ്രശ്നം. അവിടെയാണ് വരുന്നത് ട്രേഡ് ജേർണൽസിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എത്ര പേര് ട്രേഡ് ജേർണൽ കീപ്പ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ട്രേഡ് ജേർണൽ, അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ട്രേഡ് ജേർണലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ട്രേഡ് ജേർണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ്. നമ്മൾ പലരും പല പേരുകളിൽ പറയും. ഞാൻ പറയുന്നത് ട്രേഡ് ഡയറി എന്നാണ്. അതായത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എൻ്റെ സ്ക്രീൻഷോട്ടുകൾ. എൻ്റെ ലൈഫിൽ ഞാൻ ട്രേഡ് ചെയ്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 2010-ലാണ്, 2009-2010-ലാണ്. അതിനുശേഷം കുറേ ട്രേഡ് എടുത്തു. ആദ്യമൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ആയിരുന്നു. 200 കിട്ടുന്നു, 300 കിട്ടുന്നു, 400 കിട്ടുന്നു, ചില സമയം 500 കിട്ടുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി, റൈറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എമൗണ്ട് കൂട്ടി. എനിക്ക് കിട്ടി 5,000-ഓ 10,000-ഓ അടുത്ത് 20,000-ഓ 30,000-ഓ ആയി ലോസിൽ അവസാനിക്കാൻ തുടങ്ങി. അതോടെ ഞാൻ കളി നിർത്തി, സത്യം പറയുകയാണ്. ഒരുപക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ച് ട്രേഡിങ്ങിലോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് പൈസ അങ്ങനെ ഇട്ടിരുന്നു, ലോങ് ടേം ചില ഷെയറിലിട്ടിരുന്നു. അത് ചിലത് പ്രോഫിറ്റിലായി, ചിലത് ലോസിലായി. പിന്നെ ആക്റ്റീവായിട്ട് വരുന്നത് ഏകദേശം 1-2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 2013-2012 ആ സമയത്താണ് വീണ്ടും തിരിച്ച് ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരുപാട് നമ്മുടെ ഗുരുക്കന്മാരുണ്ട്. അതായത് 10, 20, 30 വർഷം വരെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാരുമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരുമായിട്ടൊരു കണക്ഷൻ വയ്ക്കാൻ സാധിച്ചു. ഒരുപാട് പേരുണ്ട്, എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഇൻട്രാഡേ എന്ന് പറയുന്നത് അതിന് കുറച്ച് സമയമെടുക്കും, അല്ലേ? അപ്പോൾ നിങ്ങളായാലും ഞാനായാലും
നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് മനസ്സിലാകും എനിക്ക് ഇൻട്രാഡേ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ, അതായത് ഞാൻ ഒരു 10,000 രൂപ ഇടുകയാണെങ്കിൽ ഇത്രയും ലോസ് വന്നാൽ പോലും ഈ ഷെയർ മുന്നോട്ട് പോകുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻ കേസ് അത് തിരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ലോസ് ഇവിടെ കട്ട് ചെയ്യും. ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് വരുന്നൊരു സമയമുണ്ട്. ആ സമയം ഇൻട്രാഡേ ചെയ്ത് തുടങ്ങുക, അല്ലാതെ വന്ന ഉടനെ ഇൻട്രാഡേ ചെയ്ത് തുടങ്ങരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാം തുടങ്ങിയാൽ പോലും നമുക്ക് ഒരുപാട് സമയമുണ്ട് അത് പ്രോഫിറ്റിലോട്ട് ആക്കി എടുക്കാനായിട്ട്, അല്ലേ? അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതേ ഹാർഡ് വർക്ക് ഇവിടെയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലിവറേജ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബ്രോക്കേഴ്സിൻ്റെ കടം മേടിക്കുന്ന ക്യാഷാണ്, അല്ലെങ്കിൽ അവരുടെ നിന്ന് എടുക്കുന്ന ലോണാണ്. അതാണ് ലിവറേജ്. അത് മാക്സിമം ഒഴിവാക്കുക. കാരണം അത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ 1,000-2,000 ഡെയിലി ഉണ്ടാക്കും. ഈ ലിവറേജ് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സമയമുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ പെട്ടെന്നൊരു ക്രാഷ് വരുമ്പോൾ, മാർക്കറ്റ് പെട്ടെന്നൊരു ബെയറിഷ് മോഡിലോട്ട് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഒരു മാസം കൊണ്ട് 25,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷേ ആ ഒരു ഒറ്റ ഡിപ്പിൽ സംഭവിക്കുന്നത് നമ്മളുണ്ടാക്കിയ 20,000, 50,000, 60,000 രൂപയൊക്കെ 1 ലക്ഷമായിട്ട് തിരിച്ച് ലോസിൽ വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതായത് നമ്മുടെ ലിവറേജ് നിങ്ങൾക്കറിയാമായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. എങ്കിൽ ഒരു പക്ഷേ എനിക്ക് 1.5 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 3 ലക്ഷത്തിൻ്റെ ലിവറേജ് അവർ തരുമായിരിക്കും. ഡിപ്പെൻസ് ഓൺ ബ്രോക്കർ. അപ്പോൾ ചിലർ എക്സ്ചേഞ്ച് മാർജിൻ ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ചില ബ്രോക്കേഴ്സ് കൊടുക്കാറുണ്ട്. അതിന് 5 ദിവസം കഴിഞ്ഞാലൊന്നും സ്ക്വയർ ഓഫ് ചെയ്യത്തില്ല. കാരണം നമ്മളതിന് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കും. 18%, 15%, 17% ഇങ്ങനെ വ്യത്യസ്തമായ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അത് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, എനിക്ക് ദിവസം 2,000 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 3,000 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 1,000 കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് 1,50,000 രൂപ അടച്ചുകൂടാന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ ഒരു ക്രാഷ് വരുന്നു, നമ്മളുണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം വെള്ളത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് കടം മേടിച്ചും ലോൺ എടുത്തുമൊന്നും ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. അത് കാരണം അത് നമ്മുടെ ലോങ് ടേമിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നോക്കുക, കുറച്ച് ഫ്രീ ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൽ ഉള്ളിൽ നിന്ന് മാത്രം ട്രേഡ് ചെയ്യുക. അത് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും ഒക്കെ ലേശം പഠിച്ചെടുക്കുക. അതിനു മുമ്പ് തന്നെ മണി മാനേജ്മെൻ്റ് എന്നുള്ള ആ ഒരു പ്രധാന കാര്യം പഠിക്കുക. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചില വീഡിയോകളിൽ ലൈവ് ട്രേഡ്സ് ഇടാറുണ്ട്. അപ്പോൾ ഈ ലൈവ് ട്രേഡ് ഇടുമ്പോൾ പലരും ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റ് കാണിക്കുന്നില്ല എന്ന്. വളരെ സിമ്പിളാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ചിലപ്പോൾ 10 ഷെയറുകളായിരിക്കും ഞാൻ എടുക്കുന്നത്, ചിലപ്പോൾ 20 ആയിരിക്കും. ഞാൻ ഒരിക്കലും 50-ൽ കൂടുതൽ ട്രേഡ്സ് എടുക്കാറില്ല. അതാണ് ഒരു ഇൻട്രാഡേ, എസ്പെഷ്യലി ഫോർ ഇൻട്രാഡേ. ഞാൻ ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ പൊസിഷനൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻട്രാഡേക്ക് ഞാൻ മാക്സിമം ചെയ്യുന്നത് 50-40 ഒക്കെയാണ്. ഒരു പക്ഷേ നമ്മളത് ആ ഒരു ബിറ്റർ എക്സ്പീരിയൻസിലൂടെ വന്നിട്ടുള്ളത് കൊണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ സാധാരണ എൻ്റെ സ്ക്രീൻഷോട്ട് ഇടാത്തത്. പക്ഷേ ഇനി അടുത്തൊരു ലൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ മറ്റുള്ളവർക്ക് ചിരി വരും. ഈ പറയുന്നത് പോലെ അത്യാവശ്യം ജീവിച്ച് പോകുന്നതിനുള്ള ഒരു എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ 500 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1000 രൂപയായിരിക്കും. അല്ലാതെ 30,000, 40,000, 50,000 ഒന്നും ഡെയിലി എനിക്ക് കിട്ടാറില്ല. ഒരു പക്ഷേ ഒരു മാസമായിരിക്കാം അതിനടുപ്പിച്ചുള്ള എമൗണ്ടെങ്കിലും കിട്ടുന്നത്. സോ അതാണ് സത്യം. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊരു വമ്പൻ ട്രിക്കി മാനാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഒരിക്കലും പറയത്തില്ല. അത്യാവശ്യം ജീവിച്ചു പോകുന്നതിനുള്ള എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ള എൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചാൽ നമുക്ക് നമ്മൾ പോയ ലോസിലൂടെ പോകേണ്ടി വരത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഈ കൈവിട്ട കളിയൊക്കെ കളിച്ചാൽ വീണ്ടും നിങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. സോ അതാണ് എനിക്ക് ലിവറേജിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ലിവറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോക്കേഴ്സിൻ്റെ എമൗണ്ട് എടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ നിന്ന് കടം മേടിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ഒരു ഫ്രണ്ടിനോട് ചോദിച്ചതാണ്, ചേട്ടാ ഞാനിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുറച്ച് SBI മേടിച്ചിട്ടോട്ടെ, അല്ലെങ്കിൽ IOCL അങ്ങനെ കുറച്ച് സ്റ്റോക്ക് ഏതൊക്കെ ചോദിച്ചെന്നോട്, അതൊക്കെ മേടിച്ചിട്ടാൽ കയറത്തില്ലേ, ഒരു 6 മാസം കൊണ്ട് ഡബിൾ ആവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും ചെയ്യരുത്.
ചെയ്യരുത്. പേഴ്സണലി ഞാൻ പറയും അത് ലോൺ എടുത്തുള്ള കാര്യം ചെയ്യരുത് എന്ന് തന്നെ പറയും. ലോൺ എടുത്തുള്ള പരിപാടി വേണ്ടാന്ന് തന്നെ പറയും. ബിക്കോസ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ വിചാരിക്കും 6 മാസത്തിന് ശേഷം കൊറോണ അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം കൊറോണ കംപ്ലീറ്റ് മൂവ് ഔട്ട് ആകുമെന്ന് വിചാരിക്കും. ഒരുപക്ഷെ ആർക്കറിയാം ഈ കൊറോണ മാറുന്നില്ല, നമ്മൾ ഒരു മാസ്കും വെച്ചെന്നും നടക്കേണ്ട അവസ്ഥ വരുന്നു. അതിനിടയ്ക്ക് കൊറോണ 2 വരികയാണ്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലോൺ എടുത്തുള്ള കളികളൊന്നും വേണ്ട. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ലോൺ എടുക്കുമെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സെറ്റപ്പാണ്. അതുപോലെ നമ്മുടെ എതിരാളികളെന്ന് പറയുന്നത് നമ്മളെക്കാളും ബുദ്ധിരാക്ഷസന്മാരാണ്. നമ്മളെക്കാളും അൽഗോ ട്രേഡിങ്ങും അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളും വെച്ചിട്ടുള്ള കളികൾ കളിക്കുന്നവരാണ്. എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ അത് അവരോടൊക്കെയാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ടത്. കാര്യമെന്ന് പറയുന്നത് ഓവർ ട്രേഡിങ് എപ്പോഴും ഒഴിവാക്കുക. നിങ്ങൾ ഒരുപക്ഷെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഓവർ ട്രേഡിങ് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? വളരെ സിമ്പിളാണ്. നമുക്കൊരു ടാർഗറ്റ് വയ്ക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ദിവസം 500 രൂപ വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് ദിവസം 500 അല്ലെങ്കിൽ 600, 700 ആ റേഞ്ച് കിട്ടിയാൽ പോലും നമുക്കൊരു മാസം 15,000 രൂപ കിട്ടും. 15,000 രൂപ എന്ന് പറയുന്നത് വളരെ നല്ല എമൗണ്ടാണ് അല്ലേ? ഒരുപക്ഷെ ഒരു സാധാരണക്കാരന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുക. നിങ്ങൾക്ക് 1000 കിട്ടുകയാണെങ്കിൽ നമുക്ക് 20 ദിവസം നമുക്ക് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ പോലും ദിവസം നമ്മൾ ട്രേഡ് ചെയ്താൽ പോലും ആവറേജ് ഒരു 20,000 25,000 കിട്ടുന്നുണ്ട്. മതി, അത്രയും മതി. ഒരുപാട് ഈ പറയുന്ന ഈ ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് ഇട്ട് പ്രലോഭിപ്പിക്കാറുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. 25,000, 30,000, 40,000. പക്ഷേ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു 10 ദിവസത്തെ സ്ക്രീൻഷോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമോ? ട്രിപ്പ് ഹോളിഡേയ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, 200 ക്ലയൻസ് ഉണ്ടെങ്കിൽ ഒരു 100 പേർക്ക് അവർ പറയും SBI ഫ്യൂച്ചേഴ്സ് മേടിക്കാൻ പറയും. മറ്റു 100 പേരോട് പറയും SBI ഫ്യൂച്ചേഴ്സ് വിൽക്കാൻ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് വേണമെങ്കിൽ പ്രോഫിറ്റായ ക്ലയൻസിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കും. സോ അതിലൊന്നും വിശ്വസിക്കരുത്. സോ അങ്ങനെ ഒരുപാട് ട്രാപ്പുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഒരുപാട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് ഫ്രണ്ട് എന്ന രീതിയിൽ സ്റ്റോക്ക് ഫ്രണ്ട് എന്ന രീതി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടെ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ട്രേഡുകൾ നിങ്ങൾ കാണുക, വാച്ച് ചെയ്യുക. അതൊരിക്കലും ബ്ലൈൻഡായിട്ട് പോയി മേടിക്കരുത്. കാരണം എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലെയും കോളുകൾ അന്ധമായി വിശ്വസിച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ്. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ കാണും, 10-15 പേര് കോൾസ് ഇടും അല്ലേ? അപ്പോൾ ആദ്യം ഒരാളുടെ കോൾ നമ്മൾ എടുക്കും, അത് ഫെയിലാവും. പിന്നെ അടുത്ത ആളുടെ എടുക്കുമ്പോൾ ആദ്യം ഫെയിലായ ആളുടെ കോൾ വർക്ക് ചെയ്യും. അതുപോലെ അപ്പോൾ നമുക്ക് എല്ലാവരെയും ഫോളോ ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡാണ്. അതായത് ഞാൻ അത്യാവശ്യം ഡിമാൻഡ് സോണിൽ വെയിറ്റ് ചെയ്ത് ഡിമാൻഡ് സോണിൽ ഷെയറുകൾ മേടിക്കാറുണ്ട്. അതായത് LT ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, LT 750, 780 റേഞ്ചിൽ മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 890 വരെ പോകുന്നവരെ സ്വിംഗ് ചെയ്യാൻ സാധിച്ചു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അതുപോലെ തന്നെ SBI. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഇസ് എ ബിസിനസ് അല്ലേ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ മെഴുകുതിരി, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളും ആണെങ്കിലും ഒക്കെ അവരുടേതായ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? നിരീശ്വരവാദികളുടെ കാര്യമല്ല പറയുന്നത്. ചിലപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ എനിക്കറിയാവുന്ന പലരുമുണ്ട്, രാവിലെ വിളക്ക് കത്തിച്ചിട്ട് ട്രേഡിംഗ് നടത്താൻ പോകുന്നവരുണ്ട്, ആ ട്രേഡിംഗ് റൂമിലോട്ട് പോകുന്നവരുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുദേവൻ്റെ മുന്നിലൊരു മെഴുകുതിരി കത്തിച്ചിട്ട് പോകും. അല്ലെങ്കിൽ അള്ളാഹുവിനാണെങ്കിൽ അതിൻ്റെ രീതിയിൽ അവർ പ്രാർത്ഥിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നവരുണ്ട്. അതാണ് നമ്മളും ചെയ്യേണ്ടത്. വളരെ പ്ലസൻ്റായിട്ട്, വളരെ അച്ചടക്കമുള്ള മനസ്സിൽ, വളരെ ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടെങ്കിലും രാവിലെ പ്ലസൻ്റായിട്ട് മുന്നോട്ട് പോവുക. വളരെ കലുഷിതമായ മനസ്സാണെങ്കിൽ, വളരെ ദേഷ്യമുള്ള ഒരു സമയമാണെങ്കിൽ അന്ന് പോകാതിരിക്കുക. കാരണം അന്ന് നിങ്ങൾ ലോസിൽ അവസാനിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മൈൻഡുമായിട്ട് പോയാൽ, അങ്ങനെയുള്ള ദിവസമായിട്ട് അത് കഴിവതും മനസ്സിനെ ഒരു പ്ലസൻ്റാക്കി എടുക്കുക. ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലസൻ്റ് എൻവയോൺമെൻറ്റിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാക്സിമം ട്രേഡ്സ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത ദിവസത്തിലോട്ട് മാറ്റി വയ്ക്കുക. കാരണം മാർക്കറ്റ് ഒരിടവും പോകുന്നില്ല. നമ്മൾ മരിച്ചാലും മാർക്കറ്റ് അവിടെ കാണും അല്ല. ഇന്നോ നാളെയോ കൊണ്ട് മാർക്കറ്റ് തീരുന്നില്ല. ഈ കൊറോണ വന്നു, എനിക്കെല്ലാം കൂടി മേടിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം 500 ക്വാണ്ടിറ്റി ആക്സിസ് ബാങ്ക് മേടിച്ചു. എന്നോട് ഇന്നലെ ചോദിച്ചൊരു കാര്യമാണ്. അപ്പം എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഞാൻ 450 രൂപയ്ക്ക് മറ്റോ 430 തോന്നുന്നു, 500 ക്വാണ്ടിറ്റി മേടിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അത് താഴോട്ട് പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആരോടും പറയാറില്ല നിങ്ങൾ മേടിച്ചത് വിൽക്കാനോ അല്ലെങ്കിൽ ഇപ്പം മേടിക്കാനോ ഒന്നും. ഞാൻ പേഴ്സണലി പല വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തുടക്കക്കാർ ഇങ്ങനെ 500-600 ക്വാണ്ടിറ്റി എടുക്കുന്നത്?
അത് എന്തുകൊണ്ട്? അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ വേറെ ഏതൊക്കെ ഷെയർ ഉണ്ട്? ഇല്ല, അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ മണി മാനേജ്മെൻറ്റ് എന്നുള്ള ബേസിക് പ്രിൻസിപ്പിളാണ്. അത് ഞാൻ ഓർത്തുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ആ റൂള് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഷെയറിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 70,000 രൂപ മാത്രമേ അത് ഇൻവെസ്റ്റ് ചെയ്യാവൂ. ബാക്കി 30,000 റിസർവായിട്ട് വയ്ക്കുക. ഈ 70,000 രൂപ എന്ന് പറയുന്നത് 7 ഷെയറുകൾ ഇടുക, ഒന്നിലിടുന്നതിനേക്കാളും. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, നെവർ പുട്ട് ആൾ എഗ്സ് ഓൺ സെയിം ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും കൊണ്ട് ഒരു ബാസ്ക്കറ്റ് വയ്ക്കരുത്. കാരണം അത് പോയാൽ പോയി. ഇപ്പോൾ ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക് താഴെ വീണ് പോയാൽ പോയി, വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മളൊരു സെക്ടറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്ടർ വൈസ് അനാലിസിസ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ നമ്മൾ ചിലർ ബാങ്കിങ് സ്റ്റോക്കുകൾ മാത്രം മേടിക്കും, ചിലർ മെറ്റൽ സ്റ്റോക്കുകൾ മാത്രം മേടിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സെക്ടറുകളെക്കുറിച്ച് പഠിക്കുക. ആ സെക്ടറിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെ കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു സെക്ടറിൽ നിന്ന് 1-2 ഷെയറുകൾ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ സെക്ടേഴ്സിലാക്കി വയ്ക്കുക എപ്പോഴും. ഈ പറഞ്ഞതുപോലെ ആക്സിസ് ബാങ്ക് മാത്രമായിട്ടോ SBI മാത്രമായിട്ടോ ഒന്നും വാങ്ങരുത്. വി ഷുഡ് ഇൻവെസ്റ്റ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റോക്സ്, അല്ലേ? ആ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ കുറഞ്ഞെന്ന് വെച്ചിട്ട് എല്ലാം കൊണ്ട് അതിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 70% മാത്രം എന്താ പറയുക 8-10 സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ 8-10 സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാലും ഈ ഒറ്റ സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ ആൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിലപ്പോൾ 5% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 15% പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പാണെങ്കിൽ ഈ നമ്മളെ ഒരു 7-8 സ്റ്റോക്ക് മേടിക്കുമ്പോൾ അതിലൊരു 6-6എണ്ണമെങ്കിലും ഒരു 80-90% വർക്കാവും. പക്ഷെ നമ്മൾ ഇടുന്ന ഒരു സ്റ്റോക്ക് അത് മൊത്തമായി പോയി ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ SBI അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക IOCL മൊത്തം താഴെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് മസ്റ്റ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റോപ്പ് ലോസ് ഈറ്റേഴ്സ്, അല്ലേ? സ്റ്റോപ്പ് ലോസ് ഈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗണം തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് തട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഇരിക്കുന്ന സ്രാവുകളുണ്ട്. അപ്പം ഈ ഒരു ഷെയർ മാർക്കറ്റിൽ ഞാനും നിങ്ങളുമൊക്കെ പരൽ മീനുകളാണ്. ഞാൻ പറയാറുണ്ട്, അല്ലേ? നെത്തോലികളാണ്. അപ്പം നമ്മളൊക്കെ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് കൊണ്ട് വയറ് വീർപ്പിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കുന്ന ചില വമ്പൻ സ്രാവുകളുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ പരൽ മീനുകളെ നമ്മൾ കൊത്തിയെടുക്കുക. അല്ല, നമ്മൾ വൻ ഫിഷുകൾ നോക്കി നിൽക്കാൻ പാടില്ല. ചെറുതായി കിട്ടുമ്പോൾ കടിച്ചെടുത്ത് കൊണ്ടുപോകുക. അതിന് ഈ പറയുന്ന പോലെ അത്യാവശ്യം ടാക്റ്റിക്കായിട്ട് അല്ലെങ്കിൽ വളരെ പ്ലാനിങ് ആയിട്ട് വളരെ പ്രിസൈസായിട്ട് ചിന്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഈസി ഗെയിമൊന്നുമല്ല. എസ്പെഷ്യലി പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊരു ഈസി ഗെയിമായിട്ട് കൺസിഡർ ചെയ്യരുത്. ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ച്വലി ഇതൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റാണ്. കാരണം ഒരുപക്ഷെ മലയാളി നമ്മൾ കേരളത്തിൽ ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ ഒരുപാട് യുവാക്കൾ, ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഒരുപാട് ടെക്കീസൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവർ എന്താ പറയുക ഉള്ള പൈസ എല്ലാം കൊണ്ട് ഇതിലിട്ട് വൻ ലോസ് വന്നൊരു സൂയിസൈഡ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് എന്തുകൊണ്ടാണ് ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞ് എന്താ പറയുക ജാക്ക് മായുടെ ആ ഡയലോഗ് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ലോകം അവസാനിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ ഒരു വർഷം കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ 6-7 മാസം കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ മാറും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുറച്ച് ലോസ് വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഡെസ്പാകരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കാം. പക്ഷേ ഇത് ട്രേഡിംഗ് ഉപേക്ഷിച്ച് പോകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ കൈവിട്ട കളിക്ക് പോകരുത്, റിവെഞ്ച് ട്രേഡിങ്ങിന് പോകരുത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന ഷെയറിൽ നിന്നും ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത്ര 1000 രൂപ നഷ്ടപ്പെട്ടു, എനിക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കണം എന്നുള്ളത് അത് എന്താ പറയുക, അത് വളരെ അർത്ഥശൂന്യമായ ഒരു ചിന്താഗതിയാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ റിവെഞ്ച് ട്രേഡിംഗ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിനു മുമ്പ് നമ്മൾ വാങ്ങിയ പൊസിഷൻ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി അതിൻ്റെ ഡബിൾ, ആ പ്രോഫിറ്റിനെ ഡബിൾ, അതായത് 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയിട്ട് പോലും 3 ലക്ഷം വരെ ടാക്സ് അടച്ചവർ, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ച ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നമ്മളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥയില്ല. എങ്കിൽ പോലും ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യുക. കാരണം ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. എന്തായാലും തുടക്കക്കാരൊന്നും അതിലോട്ടൊന്നും പോകാതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഒരു കേസിൽ ഞാൻ ഓർക്കുന്നത് എനിക്കൊന്ന് 2017 2016 പുള്ളി കുറേയധികം ലോട്ട് മേടിച്ചു. അദ്ദേഹത്തിന് ഒരു 6 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ അദ്ദേഹം സ്ക്വയർ ഓഫ് ചെയ്യാൻ മറന്നു. ഇത് ഓപ്ഷൻസിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, എക്സ്പയറി ഡേ ഓപ്ഷൻസ്.
പക്ഷേ അന്ന് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ അന്ന് അദ്ദേഹത്തിന് 6 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയിട്ട് പോലും അദ്ദേഹം ബിക്കോസ് ഹി ഫോർഗോട്ട് ടു സ്ക്വയർ ഓഫ് ഹിസ് പൊസിഷൻസ് ഹി വാസ് സപ്പോസ് ടു പേ അറൗണ്ട് 16 lakh. അതായത് 6 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയിട്ട് അവസാനം 16 ലക്ഷം ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അതായത് മൊത്തം 22 ലക്ഷം ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ STTയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക. എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. നമ്മൾ ഓപ്ഷൻസ് ഒരു 3:15 അല്ലെങ്കിൽ 3:10 സ്ക്വയർ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ PC ഹാങ് ആവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറുടെ വെബ്സൈറ്റ് സ്റ്റക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ്റ് കോൾ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് സ്ക്വയർ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ രീതിയിൽ വെച്ച് നോക്കിയാൽ പോലും STT കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. കഴിവൊന്നും ഇൻട്രാഡേ പൊസിഷൻസ് അല്ലെങ്കിൽ എക്സ്പയറി ഡേ പൊസിഷൻസ് ആണെങ്കിൽ എന്താ പറയുക, വെൽ അഡ്വാൻസ് ആയിട്ട് 3:30 വരെ അല്ലെങ്കിൽ 3:15 വരെ കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ ചെയ്ത് ക്ലോസ് ആക്കാൻ ശ്രമിക്കുക. നമ്മളൊരു സീരിയസ്നെസ് കാണിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അലംഭാവം കൊണ്ട് നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യാറ് വരാറുണ്ട്. ഈവൻ ഇൻട്രാഡേയിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സോ അതൊക്കെ ഒന്ന് കോഷ്യസായി നോക്കുക. 3:30 വരെ പോയി അല്ലെങ്കിൽ 3:15 വരെയും അല്ലെങ്കിൽ 3 മണി വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ പൊസിഷൻസ് സേഫായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഓപ്ഷൻസ് എടുക്കുന്നവർ, ഓപ്ഷൻസ് ആയാലും ഇക്വിറ്റി ആയാലും നമ്മൾ പലപ്പോഴും നമ്മൾ ആവറേജ് ചെയ്യാറുണ്ട്. ഒരിക്കലും ഓപ്ഷൻസ്, അതായത് ലോസിൽ വരുന്ന ഷെയറുകളും അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്ട്സ് ഒന്നും ഒരിക്കലും ആവറേജ് ചെയ്യാതിരിക്കുക. ഓപ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അത് വി നീഡ് ടു ഫോളോ സം റൂൾസ് വൈൽ ഡീലിംഗ് വിത്ത് ഓപ്ഷൻസ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അതിലൊരു പ്രധാന കാര്യമാണ്, നിങ്ങളുടെ ഓപ്ഷൻസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഓപ്ഷൻ മേടിച്ച്, അതായത് SBIൻ്റെ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഓപ്ഷൻ മേടിച്ച് നോക്കിക്കുക. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 150 ഓപ്ഷൻ CE മേടിച്ച് നോക്കിക്കുക, അല്ലെങ്കിൽ 200 CE മേടിച്ച് നോക്കിക്കുക. അത് വീണ്ടും 140 ആയി. അവിടെ വെച്ച് നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അത് ഹിറ്റ് ആവണമെങ്കിൽ പുറത്തിറങ്ങുക. അല്ലാതെ നമ്മൾ, കാരണം എനിക്ക് പേഴ്സണലായി സംഭവിച്ചൊരു കാര്യമാണ്, ഞാനന്ന് എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ സീലോ മറ്റോ ആണ്, ഞാൻ ഓപ്ഷൻ ആവറേജ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു തുടക്കത്തിൽ. ഓപ്ഷൻ ആവറേജ് ചെയ്തു. അവസാനം എനിക്ക് ഒരു ആൾമോസ്റ്റ് നല്ലൊരു ഹ്യൂജ് ലോസ് വന്നു. അപ്പോൾ അതൊന്നും പഠിച്ചൊരു പാഠമാണ്. ഒരിക്കലും ഓപ്ഷൻസ് എന്നല്ല, നമ്മൾ വാങ്ങുന്ന ഇക്വിറ്റി ആണെങ്കിൽ പോലും അത് ലോസിൽ ആവുകയാണെങ്കിൽ ആവറേജ് ചെയ്യരുത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ്, സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്തിട്ട് തിരിച്ചിറങ്ങുക. അവിടെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അബദ്ധം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ളത് 1 ലക്ഷം രൂപയാണ്. പക്ഷേ ഞാനിന്ന് 1 ലക്ഷം രൂപയ്ക്ക് കൂടെ മാർജിനിൽ കുറച്ച് ട്രേഡ് എടുത്തു. അപ്പോൾ നമുക്കറിയാം 5 ദിവസം വരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ മേടിച്ച ഷെയറിൻ്റെ വില കൂടിയില്ല, അല്ല അത് വില ഭയങ്കരമായിട്ട് താഴോട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കുക. കഴിവതും ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 1000, 2000, 500 ഒന്നും പോകാതെ വളരെ ചെറിയ ക്വാണ്ടിറ്റി, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം എടുക്കുക അല്ലേ. കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം കൊത്തിയെടുക്കുക. അപ്പോൾ ഇൻ കേസ് അത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓരോരുത്തരുടെയും റിസ്ക് കപ്പാസിറ്റി അനുസരിച്ചുണ്ട്. ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ബാക്കപ്പ് വേണം. അപ്പോൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അതിന് തത്തുല്യമായ തുക നമ്മുടെ അക്കൗണ്ടിൽ, സേവിങ്സിലോ ഫിക്സഡിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് ക്യാരി ഫോർവേഡ് ചെയ്യുക. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ്, എന്താ പറയുക, ബെറ്റർ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്ത്, ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് പുറത്തിറങ്ങുക. അതുകൊണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് വളരെ കോഷ്യസ് ആയിരിക്കുക. അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. അതാണെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് നല്ല സ്റ്റോക്കുകൾ, ഇപ്പോൾ LT അല്ലെങ്കിൽ SBI അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ റിലയൻസ്, അങ്ങനെയുള്ള നല്ല സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളാണെങ്കിൽ അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റികൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്താലും കുഴപ്പമില്ല. നാളെ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം. ഒരു കാര്യമെന്ന് പറയുന്നത് പെന്നി സ്റ്റോക്കുകളോടുള്ള പ്രേമം നിർത്തുക. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ചില മൂവീസുണ്ട്. ദ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ ദ ബിഗ് ഷോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ബിഗ് ഷോട്ട്. അപ്പോൾ ഇത്തരം മൂവികളിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ പെന്നി സ്റ്റോക്കുകളെ ഓപ്പറേറ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ പെന്നി സ്റ്റോക്കുകളെ മേളിലെത്തിക്കുവാൻ, ഫോർ എക്സാമ്പിൾ രുചി സോയ അല്ലെങ്കിൽ സാൻവാരിയ, ഇങ്ങനെ കുറേ പെന്നി സ്റ്റോക്കുകളുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ രുചി സോയയൊക്കെ അവർ 12 കൊണ്ടുപോയിട്ട് തിരിച്ച് വീണ്ടും അതിനെ 3 രൂപയിലേക്ക് എത്തിച്ചു. പിന്നെ അത് വളരെ വല്ലാത്തൊരു കാൽക്കുലേഷനിൽ വീണ്ടും അതിനെന്ത് ചെയ്യും, സ്റ്റോക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരിക്കലും അത്തരം സ്റ്റോക്കുകളിലൊന്നും ചെന്ന് ചാടരുത്. അതായത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും, രുചി സ്റ്റോക്ക് എന്തുകൊണ്ടാണ് 3 രൂപയിൽ നിന്ന് ഇപ്പോൾ 240, 300 എത്തി. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കളികൾ വേറെയാണ്. അതായത്
ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ പെന്നി സ്റ്റോക്കുകളെ അധികമായിട്ട് പ്രണയിക്കാതിരിക്കുക. കാരണം അവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് എസ്പെഷ്യലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പർ സർക്യൂട്ട് ആൻഡ് UC അല്ലേ, അപ്പർ സർക്യൂട്ട് സ്റ്റോക്കും ലോവർ സർക്യൂട്ട് സ്റ്റോക്കും, അതായത് UC സ്റ്റോക്സും LC സ്റ്റോക്സും ഉണ്ട്. ഈ ഇത്തരം സ്റ്റോക്കുകൾ, അതായത് ചില ദിവസങ്ങളിൽ കംപ്ലീറ്റ് അപ്പർ സർക്യൂട്ട് ആവും, പിന്നെ വീണ്ടും LC ആവും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കഴിവതും ഒഴിവാക്കുക. ബിക്കോസ് അവ പ്ലേ ചെയ്യുന്നത് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി മാനേജ്ഡ് ബൈ ദ ഓപ്പറേറ്റേഴ്സ്. അത്തരം സ്റ്റോക്കിലോട്ട് പോകാതിരിക്കുക. നല്ലതായിട്ടുള്ള സ്റ്റോക്കുകൾ, എസ്പെഷ്യലി എന്താ പറയുക, പീറ്റർ ലിഞ്ച് അല്ലെങ്കിൽ വാരൻ ബഫറ്റ്, ബെഞ്ചമിൻ ഗ്രഹാം എന്നൊക്കെ പറയുന്ന മഹാന്മാരുണ്ട്. അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന സ്റ്റോക്കുകൾ, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ സ്റ്റോറിൽ പോയി സാധനം മേടിക്കും അല്ലേ, അതിൽ യുണീലിവർ കാണും, അല്ലെങ്കിൽ കോൾഗേറ്റ് കാണും, അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടി ഉണ്ടാവും, മാരുതിയുടെ വണ്ടി ഉണ്ടാവും. അങ്ങനെ നമുക്ക് അറിയാവുന്ന സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോണ് നോക്കി നല്ല സ്റ്റോക്കുകൾ മേടിക്കുക. ഒരു ബെയർ മാർക്കറ്റാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ബുൾ മാർക്കറ്റായിട്ട് മാറും. അപ്പോൾ ബെയർ മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ SBI നിൽക്കുന്നത് 300-ൽ നിന്നും ഇപ്പോൾ 160-165-ലെത്തി. അല്ലെങ്കിൽ നമ്മുടെ LNT എന്ന് പറയുന്ന 1300-ൽ നിന്നും ഇപ്പോൾ കിടക്കുന്നത് 800 അല്ലെങ്കിൽ 750 ആ റേഞ്ചിലാണ് അല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ആ സ്റ്റോക്കുകളുടെ കാരണം കൊണ്ടല്ല ഇടിഞ്ഞു പോകുന്നത്, മാർക്കറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കൊറോണ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ ഒരുപക്ഷെ ഇനിയും ഇടിഞ്ഞേക്കാം. അവിടെ ചെയ്യേണ്ടത് നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വീണ്ടും ഞാൻ ഇപ്പോൾ 800-ന് മേടിച്ചു, ഞാനൊരു 750 സ്റ്റോപ്പ് ലോസ് ഇടുമെന്ന് വെച്ചാൽ ഒരുപക്ഷെ 750 സ്റ്റോപ്പ് ലോസ് പൊട്ടിച്ച് തിരിച്ച് മേളിലോട്ട് വരാം. പക്ഷേ ക്വാളിറ്റി സ്റ്റോക്ക് ആയതുകൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റികൾ നമ്മൾ ചെറുതായിട്ട് ആഡ് ചെയ്യുക, നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബുൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൽ നമുക്ക് ഷോർട്ട് ചെയ്യാനും പാടില്ല, അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിൽ നമ്മൾ ലോങ് എടുക്കാനും പാടില്ല എന്നുള്ളത് ഒരു റൂളാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ആഡ് ചെയ്യുക. പക്ഷേ നമ്മൾ ബ്ലൈൻഡായിട്ട് ഷോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ലോങ് എടുക്കാനും ഒന്നും പോകരുത്. എസ്പെഷ്യലി ഇൻട്രാഡേ കേസിൽ ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഷോർട്ട് ചെയ്താൽ നമുക്ക് പണി കിട്ടും. അതുപോലെ തന്നെ ഒരു ബെയർ മാർക്കറ്റിൽ നമ്മൾ ലോങ് എടുത്താലും പണി കിട്ടും, എസ്പെഷ്യലി ഫോർ ഇൻട്രാഡേ ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.